ഹാർട്ടിലെ ടെസ്റ്റുകളെ കുറിച്ചുള്ള എല്ലാ കൺഫ്യൂഷനും വളരെ ലളിതമായി ഇന്ന് നമുക്ക് മാറ്റിയെടുക്കാം. പലർക്കുള്ള കൺഫ്യൂഷനാണ് ECG ടെസ്റ്റ്, എക്കോ ടെസ്റ്റ്, ഹോൾട്ടർ ടെസ്റ്റ്, കൊറോണറി കാൽഷ്യം ടെസ്റ്റ്. ഓരോ ഡോക്ടർമാരും ഓരോ ടെസ്റ്റ് പറയണം. ഒന്നും ഒരു പിടുത്തം കിട്ടുന്നില്ല. ഏത് ടെസ്റ്റാണ് നിങ്ങൾക്ക് വേണ്ടത്? വളരെ ലളിതമായ ഒരു ഉദാഹരണത്തിലൂടെ നമുക്കിതൊക്കെ മാറ്റിയെടുക്കാവുന്നതേ ഉള്ളൂ. ആ ഉദാഹരണം ഒരു വീടിൻ്റെതാണ്. ഒരു വീടും അതിൽ വരുന്ന പ്രശ്നങ്ങളും അത് കണ്ടുപിടിക്കാൻ നമ്മൾ ഉപയോഗിക്കുന്ന മാർഗ്ഗങ്ങൾ, അതുമായി ഹൃദയത്തിന്റെ ടെസ്റ്റുകളൊന്ന് താരതമ്യം ചെയ്താലും. ഒന്നാമത്തത്, വീട്ടിലെ പൈപ്പിൽ വെള്ളം നിൽക്കാന്ന് വിചാരിക്കും. അപ്പോൾ നമ്മൾ പ്ലംബർ വിളിക്കാണ്, പ്ലംബിംഗ് സിസ്റ്റം മൊത്തത്തിൽ ചെക്ക് ചെയ്യാണ്, ഓരോ ടാപ്പും തുറന്നിടാണ്, എന്നിട്ട് മുകളിലെ ടാങ്കിൽ നിന്നും വെള്ളം തുറന്നു വിടാണ്. ഏതൊക്കെ പൈപ്പിലൂടെ വെള്ളം വരുന്നുണ്ട്, ഏതൊക്കെ പൈപ്പിൽ വെള്ളം വരുന്നില്ല, ഇതേ കാര്യമാണ് നമ്മൾ ആൻജിയോഗ്രാം ടെസ്റ്റിലൂടെ നോക്കുന്നത്. ആൻജിയോഗ്രാം ചെയ്യുന്ന സമയത്ത് മഷി കുത്തി വെച്ചിട്ട് ഏതൊക്കെ പൈപ്പിലൂടെ വെള്ളം വരുന്നുണ്ട്, ഏതൊക്കെ ടാപ്പ് അടഞ്ഞിട്ടുണ്ട്, പൈപ്പിൽ എവിടെ ക്രാക്ക് ഉണ്ട്, വീടിന്റെ ഏത് ഭാഗത്തേക്ക് വെള്ളം എത്തുന്നില്ല, ഹാർട്ടിൽ എവിടേക്ക് രക്തം കിട്ടുന്നില്ല, ഇതൊക്കെ നമുക്ക് മനസ്സിലാക്കാം. രണ്ടാമത്തത്, നമ്മൾ വീടിന്റെ ഉൾഭാഗം കാണാനായിട്ട് മൊബൈലിലെ ക്യാമറ ഓൺ ചെയ്തിട്ട് ഇങ്ങനെ നടക്കുകയാണ്. വീടിന്റെ വാതിലുകൾ നോക്കുന്നുണ്ട്, ജനലുകൾ നോക്കുന്നുണ്ട്, ഓരോ റൂമിലും കയറി ഇറങ്ങി ആ റൂമിന്റെ വലുപ്പം, ആ റൂമിൽ എവിടെയെങ്കിലും കേടുണ്ടോ, ഇതെല്ലാം മൊബൈലിലെ വീഡിയോയിലൂടെ നമ്മൾ നോക്കുന്ന പോലെ ഹൃദയത്തിന്റെ അറകളുടെയും ഹൃദയത്തിനകത്തുള്ള വാതിലുകൾ പോലെയുള്ള വാൽവുകൾ, ഹൃദയത്തിന്റെ അറകളുടെ വലുപ്പം, ഇതെല്ലാം അറിയാനാണ് എക്കോ ടെസ്റ്റ്. ഇനി മൂന്നാമത്തേത് എന്താണ്? വീട്ടിൽ പ്ലഗിൽ കറണ്ട് വരുന്നില്ല. അപ്പോൾ വീട്ടുകാരനായ ഞാൻ തന്നെ ഒരു ചെറിയ ടെസ്റ്റർ പ്ലഗിൽ കുത്തി നോക്കിയിട്ട് അവിടെ കറണ്ട് വരുന്നുണ്ടോ നോക്കും. ഇതുപോലുള്ള ഒരു സിമ്പിൾ ടെസ്റ്റ് മാത്രമാണ് ECG. ഹൃദയത്തിനകത്ത് കറണ്ട് പോകുന്നുണ്ടോ, കറണ്ടിൽ താളം തെറ്റിൽ വരുന്നുണ്ടോ, ഇതെല്ലാം ഒരു 10 സെക്കൻഡ് നേരത്തേക്ക് മാത്രം കണ്ടെത്താൻ പറ്റുന്ന ഒരു ടെസ്റ്റാണ് ECG. ഇനി നാലാമത്തത്, വീട്ടിൽ കറണ്ട് മൊത്തം പോയി, പലയിടത്തും പല പ്രശ്നങ്ങൾ. അപ്പോൾ നമ്മളൊരു വലിയ ഇലക്ട്രീഷ്യനെ തന്നെ വിളിക്കണം. ആ ഇലക്ട്രീഷ്യൻ ഓരോ റൂമിലും കയറി ഇറങ്ങി ഓരോ വയറിങ്ങും നോക്കി ഡീറ്റെയിൽ ആയിട്ട് കറണ്ട് നോക്കാണ്. എവിടെയെങ്കിലും ഷോർട്ട് സർക്യൂട്ട് ഉണ്ടോ, എവിടെയെങ്കിലും കറണ്ടിന്റെ താളം തെറ്റിൽ വരുന്നുണ്ടോ. ഇതുപോലെ ഹൃദയത്തിന്റെ കറണ്ടിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള ടെസ്റ്റിംഗ് ആണ് ഇലക്ട്രോ ഫിസിയോളജിക്കൽ സ്റ്റഡി. ഇങ്ങനെ ഇലക്ട്രീഷ്യൻ കറണ്ട് ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും ഷോർട്ട് സർക്യൂട്ട് കാണുകയാണെങ്കിൽ ഉടനെ തന്നെ അത് വയറിംഗ് റിപ്പയർ ചെയ്യണം. ഇതാണ് റേഡിയോ ഫ്രീക്വൻസി അബ്ലേഷൻ. അഞ്ചാമത്തത്, നമ്മുടെ വീടിനകത്ത് വെള്ളം ഉപയോഗിക്കുന്ന ഒരുപാട് ഉപകരണങ്ങളുണ്ട്. വാഷിംഗ് മെഷീൻ ഉണ്ട്, ഡിഷ് വാഷർ ഉണ്ട്, ബാത്റൂമിലെ എല്ലാ പൈപ്പുകളുണ്ട്, ഫോസറ്റുകളുണ്ട്. ഇതെല്ലാം നമ്മൾ തുറന്നിടുകയാണ്. എല്ലാത്തിലൂടെയും വെള്ളം ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. ഇത്രയും വെള്ളത്തിനുള്ള ഒരു ഡിമാൻഡ് മീറ്റ് ചെയ്യാൻ പ്ലംബിംഗ് സിസ്റ്റത്തിന് കഴിവുണ്ടോ നമ്മൾ നോക്കണം. ഇതുപോലെ ഹൃദയത്തിന് ഒരു സ്ട്രെസ് വരുമ്പോൾ, ഒരു ഹൈ ഡിമാൻഡ് വരുന്ന സമയത്ത് രക്തോട്ടം വേണ്ടത്ര കിട്ടുന്നുണ്ടോ, ഓക്സിജൻ വേണ്ടത്ര കിട്ടുന്നുണ്ടോ എന്നറിയാനുള്ള ഒരു ടെസ്റ്റാണ് ത്രെഡ്മിൽ ടെസ്റ്റ്. ആറാമത്തത്, ഹൈ ഡെഫിനിഷനിലും 3Dയിലും നല്ല ക്ലാരിറ്റിയോടെ ഹൃദയത്തിനകത്ത് വീഡിയോ എടുക്കുന്നതാണ് ഹാർട്ടിന്റെ CT, അതല്ലെങ്കിൽ ഹാർട്ടിന്റെ MR. ഏഴാമത്തത്, നമ്മൾ വീടിനകത്ത് ഒരു CCTV ക്യാമറ വെക്കുകയാണ്. 24 മണിക്കൂറും വീടിന് ചുറ്റുമുള്ള ശല്യങ്ങൾ വാച്ച് ചെയ്യണം. ഇതുപോലെ നമ്മൾ ഉറങ്ങുന്ന സമയത്തും അല്ലാത്ത സമയത്തും ഒക്കെ നമ്മുടെ ഹൃദയത്തെ 24 മണിക്കൂറും വാച്ച് ചെയ്യുന്ന ഒരു ടെസ്റ്റാണ് ഹോൾട്ടർ മോണിറ്ററിംഗ് ടെസ്റ്റ്. ഇത് പലപ്പോഴും കുറെ ദിവസങ്ങളോളം നമ്മൾ ശരീരത്തിൽ ഒരു സ്റ്റിക്കർ ഒട്ടിച്ച് വെച്ച് നോക്കുന്നതാണ്. ഇനി എട്ടാമത്തത്, വീടിനകത്തെ ചുമരൊക്കെ പൊടിഞ്ഞിരിക്കാന്ന് വിചാരിക്കാം. ആ ഭാഗങ്ങളിൽ മാത്രം നമ്മൾ പുതിയതായിട്ട് പുട്ടി അടിച്ചു കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ ഹൃദയത്തിനകത്ത് രക്തധമനികളിൽ കേട് വന്നിട്ട് അവിടെ ശരീരം പുട്ടി അടിച്ചു കൊടുക്കുന്നത് കാൽഷ്യം ഉപയോഗിച്ചിട്ടാണ്. ഈ കാൽഷ്യത്തിന്റെ ഒരു അളവ് നോക്കുന്നതാണ് CT, കൊറോണറി കാൽഷ്യം സ്കോറിംഗ്. ഇതുവഴി ഹൃദയത്തിനകത്ത് എത്ര കേട് വന്നിരുന്നു, എത്ര റിപ്പയറിംഗ് നടന്നിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇനി ഒമ്പതാമത്തത്, വീട്ടിനകത്ത് തീപിടുത്തം നടക്കുമ്പോൾ അത് കണ്ടുപിടിക്കാനുള്ള ഒരു സ്മോക്ക് ഡിറ്റക്ടർ വെക്കുന്ന പോലെയാണ്. ഇതുപോലെ ഹൃദയത്തിനകത്ത് ഒരു കേട് വരുമ്പോൾ ഒരു അലാം അടിക്കുകയാണ്. ഇതാണ് ഹൃദയത്തിലെ മാംസപേശികളുടെ കേട് ബ്ലഡിലൂടെ ഒരു അലാം പോലെ ട്രോപ്പണിൻ ടെസ്റ്റ് വഴി നമ്മൾ കണ്ടെത്തുന്നത്. നിങ്ങളുടെ മനസ്സിനെ ഏറ്റവും കൂടുതൽ കൺഫ്യൂഷൻ ആക്കിയിരുന്ന ഹൃദയത്തിന്റെ ടെസ്റ്റ് ഏതായിരുന്നു? കമന്റ് ചെയ്യുക.